അപ്പോൾ നമ്മളെ കരിമ്പ് എടുക്കുകയാണ്. കരിമ്പ് ഇത് നമ്മളെ കരിമ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് വിളവെടുത്ത കരിമ്പ് എടുക്കുക കേട്ടോ. നല്ല അടിപൊളി കരിമ്പ്. ഒരു കരിമ്പ് വെട്ടിയാൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാ ഇതിപ്പോൾ നമ്മളെ എത്ര സമയമായി? ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയതല്ല? ഒരു വർഷം കൊണ്ട് കിട്ടും. നമുക്കിപ്പോൾ ഒരു വർഷമായത്. ഇതിപ്പോൾ കരിമ്പിൽ ഏതാ വെറൈറ്റി തന്നെ? കരിമ്പിൽ ഇത് ആന്ധ്രൻ്റെ കരിമ്പ്, നമ്മൾ പഞ്ചസാര ഉണ്ടാക്കുന്ന കരിമ്പാണിത്. ഇതാ 2 മീറ്റർ പറഞ്ഞാൽ 2 മീറ്റർ തന്നെ ഉണ്ട്. വെള്ള കളറിൽ വേര് വന്നാൽ ആളുകൾ ചിലപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കും, വേരായി എന്ന് കരുതിയിട്ട്. പക്ഷെ അത് പിടിക്കൂല. ഇതാണിപ്പോൾ നമ്മളെ മാർക്കറ്റിൽ വരുന്ന ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞ ലോങ്ങാണ്. ഇതിവിടെ നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. അവിടെ കഥ ആയി വരണേ ഉള്ളൂ. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ് തോന്നുന്നത്. അത് ആയി വരുമ്പോൾ സമയം എടുക്കുന്നുണ്ട്. 4 മാസം സമയം എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വൈറ്റിന്റെ അത്ര ഒരു റിസൾട്ട് എനിക്ക് റിസൾട്ട് ആവണില്ല തോന്നുന്നില്ല കേട്ടോ. ഇല്ല പെട്ടെന്ന് വലുതായി വരണില്ല പഴം. ഇനി പഴം വലുതായതിന്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനും കഴിച്ചു നോക്കിയിട്ട് നമുക്ക് ഇനി ടേസ്റ്റ് നല്ല ടേസ്റ്റി ആണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്താലും നഷ്ടം കുഴപ്പമില്ല. മാത്രമല്ല ഈ ലോങ്ങൺ വെറൈറ്റികളൊക്കെ ഏകദേശം അതിന്റെ ഫ്ലഷിന്റെ ടേസ്റ്റ് ഒക്കെ ഒരേമാതിരി നല്ല മധുരമുണ്ട്. പക്ഷെ അതിന്റെ സീഡിന്റെ വലിപ്പ ചെറുപ്പാണ് അതിന്റെ ഗുണം കൂട്ടുന്നത്. അതാണ് നമ്മൾ മുമ്പ് ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് 1.5 മാസം മുമ്പ് നീ വന്നപ്പോൾ നമ്മൾ ലെയർ ചെയ്തിരുന്നല്ലോ. ആ ലെയർ ചെയ്ത് ഇതെല്ലാം വേര് വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ ഇതാ വേര് വന്ന് ഇതിപ്പോൾ കട്ട് ചെയ്യാനായി. തൈകളായി വേര് വന്നിട്ടുണ്ടല്ലേ? വേര് വന്ന് പുറത്തേക്ക് വന്നു തുടങ്ങി. ഇതായിരുന്നു വെറൈറ്റി. ഇതാണ് ഞങ്ങളെ പേരിൽ അറിയപ്പെടുന്ന ചാമ്പക്ക. ഓക്കെ. അതായത് പിന്നെ ജംബോ സിട്ര എന്ന് പറഞ്ഞ ചാമ്പക്കയാണ്. കരിമ്പിനേക്കാൾ മധുരമുണ്ട്. അത് 100% പ്രൂവ് ചെയ്തതാണ്. ഓക്കെ. ഇത് നമുക്കില്ലേ എത്ര സമയം കൊണ്ട് അത് റിസൾട്ടിലേക്ക് എത്തുക? ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മാസത്തിന്റെ ഉള്ളിൽ റിസൾട്ടിലേക്ക് എത്തും. ഇതാണ് ഇപ്പോൾ 4 സീസൺ. 4 സീസൺ ആണല്ലേ? എന്താ ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വർഷത്തിൽ 4 പ്രാവശ്യം എന്നാണ് പേര്. 4 സീസൺ എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യമേ കായ്ക്കുള്ളൂ. 4 സീസൺ എന്ന് പറഞ്ഞാൽ 4 സീസണിൽ കായ്ക്കൂല, 3 ടൈമിനെ കായ്ക്കുള്ളൂ. പേരിൽ 4 ഉണ്ട്. പക്ഷെ ആ മഴക്കാലാണ് കാരണം. ഒരു സമയത്ത് മഴക്കാലാണ് കാരണം കായ് പിടിക്കൂല. മഴ ഉള്ളപ്പോ എന്നാലും 3 പ്രാവശ്യം കായ് പിടിക്കുന്നുണ്ട്. ഈ ലോങ്ങനൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ബെനിഫിറ്റ് പറഞ്ഞാൽ ഇതേപോലെയുള്ള പോട്ടുകളിൽ വെച്ചാൽ മതി. ചട്ടികളിൽ വെച്ചാൽ നമുക്ക് കുറഞ്ഞ സ്ഥലത്തും ഒരു നല്ലപോലെ വളർത്തിയെടുക്കാം. അതേപോലെ നമുക്കുള്ള വരുന്ന വെറൈറ്റി അല്ലേ നമ്മുടെ ഈ അത്തി അതേ മോഡൽ തന്നെയാണ്. കാരണം ചെറിയൊരു സ്പേസ് മതി. വെയിലാണ് കൂടുതൽ വേണ്ടത്, മഴ വേണ്ട. ഇതൊക്കെ ഇപ്പൊ അത്തി പെട്ടതാണ്. ഇത് അത്തി ഇപ്പോഴും കായുണ്ട്. അത് നമ്മൾ അത്തി എടുത്തതാണല്ലോ കുറെ മുമ്പ്. ഇതിപ്പോ ഏതാ യെല്ലോ ആയിരുന്നോ? അല്ല, ഇതാ യെല്ലോ ആണ്. ഇത് സൗദിന്റെ ആണ്. ആണല്ലേ? അത്തി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ്. ഇത് തുർക്കിന്റെ ആണ്. സത്യം പറഞ്ഞാൽ ഇതൊരു വിപണന സാധ്യതയുള്ള മേഖലയും കൂടിയാണ്. ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെ പല രോഗങ്ങൾക്കും നല്ലതാണിത്. കാരണം നമ്മളെ ഈ അത്തിയൊക്കെ ഞാൻ പല സൂപ്പർ മാർക്കറ്റുകളും സെയിലിനായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിപണനം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അത്തി നമുക്ക് ചെയ്യാം. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് വാണിജ്യാടിസ്ഥാനത്ത് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഒരു നല്ല സൗദി UAE ഈ അത്തി വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ്. പക്ഷെ വെയിൽ വേണം, മഴ കൊള്ളാൻ പാടില്ല. അപ്പൊ ഷട്ടറിലൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മഴക്കാലം മാത്രം മതിയല്ലോ. കാരണം വേനൽക്കാലത്ത് എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറക്കി വെക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റീസ് ആണ്. അതിനൊക്കെ തൈകളാണ് അത്, വലിയ തൈകള്. ഓക്കെ. നമ്മളെ കരിമ്പുണ്ടല്ലോ. കരിമ്പ് നമുക്കൊന്ന് വെട്ടിയെടുക്കല്ലേ? കാരണം നമ്മൾ അന്ന് ആദ്യം കണ്ടതിൽ നിന്ന് കളർ ഒന്ന് മാറിയിട്ടുണ്ട്. ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. 2 മീറ്റർ നമ്മൾ പറഞ്ഞ 2 മീറ്റർ കറക്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അടിയിൽ ഡ്രമ്മിന്റെ അവിടെ 2 മീറ്റർ ആയിക്കണ്. നമുക്കൊന്ന് വെട്ടി നോക്കാം. ഒരു 9-10 മാസത്തെ റിസൾട്ട് ആണ് ഇപ്പൊ ഇത്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് നോക്കുക. ഇത് നമ്മൾ അന്ന് ഡ്രമ്മിലായിരുന്നു സെറ്റ് ചെയ്തിരുന്നല്ലേ? അതെ. ഡ്രമ്മിലും കരിമ്പ് വളർത്താന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ ഒരു കരിമ്പിന്റെ വിളവെടുപ്പ് കേട്ടോ. ഇവിടെ ഒരു കയറുണ്ട്. ഓക്കെ. കരിമ്പ് ഭയങ്കര വെയിറ്റ്. അപ്പൊ നമ്മളെ കരിമ്പ് എടുക്കുകയാണ്. കരിമ്പ് നമ്മളെ കരിമ്പ് ഇതിന്റെ അടിഭാഗം നമുക്ക് കട്ട് ചെയ്ത ഭാഗം ജസ്റ്റ് നോക്കട്ടോ.
നോക്കട്ടെ, എനിക്ക് തോന്നുന്നു നല്ല മധുരമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് നോക്കാം. ഇത് നമുക്ക് നിലത്ത് വെക്കാൻ പറ്റുന്ന വെറൈറ്റിയും കൂടി അല്ലേ? നിലത്ത് വെക്കാം. നമ്മളിതിപ്പോ വെച്ച സമയത്ത് എന്തെങ്കിലും വളപ്രയോഗോ കാര്യങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കൊടുത്തിക്കണ്. നട്ട് പൊടിച്ച് വന്നതിന് ശേഷം ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ? അത്ര തന്നെ ഉള്ളൂ. ഇംഗ്ലീഷ് വളങ്ങൾ എന്തെങ്കിലും നമ്മൾ ഇല്ല, അത്ര ഇംഗ്ലീഷ് വളമൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ. ഇനിയിപ്പോ ഇത് നമുക്ക് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അയിമന്നുണ്ടാവും. പൊടിച്ചു വരും അല്ലേ? അതിൻ്റെ ഇതേമാതിരി കട്ട് ചെയ്യാം. തല കട്ട് ചെയ്യാം. അങ്ങനെ ഓക്കെ. ഇങ്ങനെ നമ്മൾ നടരുത്. നമ്മൾ ഈ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഡ്രമ്മിലൊക്കെ ഇങ്ങനെ ചാരി വെക്കുക. അതായത് നമ്മളെ ഡ്രാഗൺ വെച്ച് പിടിപ്പിക്കുന്ന പോലെ ഇങ്ങനെ ചാരി വെക്കുക. ഇങ്ങനെ ചാരി വെച്ചിട്ട് അതിമൊരു കെട്ട് കെട്ടിയിടുക. ഓക്കെ. അതിമൊരു കെട്ട് കെട്ടിയിട്ടാൽ പൊടിച്ചു വന്നോളൂ. ഇനി നമ്മളിത് നോക്കുക. 2 മീറ്റർ കഴിഞ്ഞാൽ 2 മീറ്റർ തന്നെ ഉണ്ട്. നല്ല കരിമ്പ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? തീർച്ചയായിട്ടും. ഒരു കരിമ്പിന്റെ പുറം ഭാഗത്തുള്ള തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കാം. നല്ല അടിപൊളി മധുരം കേട്ടോ. അടിപൊളി മധുരം തന്നെയുണ്ട്. നമ്മൾ സാധാ കരിമ്പുണ്ടല്ലോ അതേ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. സെയിം ടേസ്റ്റ് തന്നെ. അതായത് പഞ്ചസാര ഉണ്ടാക്കുന്ന കരിമ്പ് നല്ല അതാണിത്. നമ്മൾ ഏത് സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഫ്രൂട്ടോട് കൂടെ കാണാൻ കഴിയുന്ന ഒരു വെറൈറ്റീസ് ആണ് കേട്ടോ ഈ ഒരു ജബോട്ടി കബ. അത് നമ്മളെ മൊയ്തീനിക്കാണെങ്കിലോ വീട്ടിന്റെ ഫ്രണ്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊയ്തീനിക്ക, എന്തൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ വിശേഷങ്ങള്? ഇത് ജബോട്ടി കബ എന്ന് പറഞ്ഞാൽ കായ് ഇതിമെന്ന് നിൽക്കലില്ല, കായ്ച്ചുകൊണ്ടേ ഇരിക്കലാണ് ഇതിന്റെ ജോലി. ഒരു ഭ്രാന്ത് പിടിച്ച പോലെ കായ്ക്കാനൊക്കെ പറയല്ലേ? അതാണ്, കായ്ച്ചുകൊണ്ടിരിക്കില്ല. അതിനൊരു പഴം പൊട്ടിച്ച് തിന്ന് നോക്കി. ഇപ്പോൾ അതേ ഈ മഴക്കാലത്തും നല്ല മധുരവും ടേസ്റ്റും ഉണ്ടാവും. ഇതല്ല ഈ ഒരു ബ്ലാക്ക് അടിപൊളിയായിട്ട് ഒന്നുകൂടി പൊട്ടിച്ച് നോക്ക്. ഇവിടെ ഉണ്ട്. അടിപൊളി കേട്ടോ. എന്താ ഉണ്ടോ? ജബോട്ടിക്കാവിന്റെ റിവ്യൂ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടില്ല, കാരണം ഒരുവിധം എല്ലാവർക്കും അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഉണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. ജ്യൂസ് അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓറഞ്ച് ആണിത്. പക്ഷെ മധുരമല്ല, പുളിയാണ്. ഇത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ പഞ്ചസാര തൊലി അടക്കം പഞ്ചസാര ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് ഈ ഓറഞ്ച് ഉണ്ടാക്കിയാൽ. ഇതിന് നമ്മൾ ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ചിൻ്റെ വലിയ ടൈപ്പ് ഉണ്ട്. നല്ല കായ് വലിപ്പമുണ്ട്. അപ്പോൾ അതിൽ വീണെടുക്കുന്ന കായ് വലിപ്പമുണ്ട്. കായ് വലിപ്പമുള്ള കായാണ്. ഓക്കെ ഓക്കെ. ഇതുണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കായ് വരികയാണ്. നിറച്ച് കായ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അതല്ല സങ്കടം നോക്ക്. ഇതുണ്ടോ ഇത് ഫുള്ള് നമ്മൾ ഈ എന്താ അതിന് പറയുക, ഒരു ചെറിയ ഈ കിളിഞ്ഞാവൽ മോഡല് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കായ് സെയിം കിളിഞ്ഞാവൽ മോഡല് ഉണ്ടോ? എല്ലാത്തിനും ടൈം കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വലുതാവും ചെയ്യുന്നുണ്ട് അത്യാവശ്യം. ഇത് മൊയ്തീനിക്കാൻ്റെ ഗാർഡനിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് ബുഷ് ഓറഞ്ച് ഇപ്പോൾ നമ്മൾ കണ്ടു. തൊട്ടടുത്ത് തന്നെ നാംഡോക്കുമെൻ്റെ ഒരുപാട് തൈകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഭംഗിയോട് കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ എന്ത് ഭംഗിയാറ്. നല്ല രീതിയിൽ ബുഷിയായിട്ട് നിൽക്കുന്ന തൈകളുണ്ട്. ഇത് നമ്മുടെ കാലാപ്പാടിയാണോ? ഇത് കാലാപ്പാടിയാണല്ലേ? ഒരു നമ്മളൊരു വീട്ടിലൊക്കെ വെക്കേണ്ട, നിർബന്ധമായും വെക്കേണ്ട ഐറ്റംസിൽ പെടുന്നതാണ് ഇതൊക്കെ കേട്ടോ. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മളെ മിൽക്ക് ഫ്രൂട്ട് ആണോ? അത് കായ്ച്ച് നിൽക്കുകയാണ്. മിൽക്ക് ഫ്രൂട്ട് കായ്ച്ച് നിറച്ച് പൂവിട്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. ലെയർ ചെയ്തിട്ടുണ്ട്. ലെയർ ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ. ഇവിടെ ഒക്കെ ഉണ്ട്. മൊത്തം പൂവിട്ട് നിൽക്കുന്ന ഇതാണ്. ഇത് പർപ്പിളാണ്. ഇനി ഗ്രീൻ അപ്പുറത്തുണ്ട്. ഇതൊക്കെ നമ്മളെ മദർ പ്ലാന്റിലാണല്ലോ. മദർ പ്ലാന്റിൽ പെട്ടതാണ്. ഓക്കെ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് പ്ലാന്റുകൾ തിങ്ങി നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കാരണം സ്ഥലപരിമിതി ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിലാണ് നമ്മളെ മൊയ്തീനിക്ക ഇവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. മൊയ്തീനിക്ക, നമ്മളെ കുളത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കൈ കൊട്ടിയാൽ മീൻ വരും. ഷെയ്ക്ക് ചെയ്തിട്ട് ഇവിടെ ഇതാ വന്ന് നിൽക്കണ്. കൈ കൊട്ടിയാലൊക്കെ ഉണ്ട് വരും. പൊടി നമ്മളെ ചാമ്പയാണല്ലോ. ചാമ്പ ലെയർ ചെയ്തിട്ടുണ്ടല്ലേ? ചാമ്പ ലെയർ ചെയ്ത് കായ്ക്കാനായി തുടങ്ങി. നമ്മളെ ചക്ക കായ തുടങ്ങി. ഓക്കെ. ചക്ക പിന്നെ നമുക്ക് ഓൾ സീസൺ എല്ലാ സമയത്തും കിട്ടുന്നതാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. മുമ്പത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ എല്ലാ സമയത്തും ചക്ക ഉണ്ടാവും. ഇത് തെങ്ങിൻ തൈകൾ ഏതൊക്കെയാണ്? ഈ തെങ്ങാണ്. ഇവിടെ വാ. ഇതാണ് തെങ്ങ്. തെങ്ങിൽ ഏറ്റവും എളുപ്പത്തിൽ കായ്ക്കുന്നത് നല്ല തേങ്ങ. ആട്ടാനും അരക്കാനും ഒക്കത്തിനും പറ്റുന്ന തേങ്ങയാണ്. ഷേപ്പ് വ്യത്യാസമുണ്ട്. ഉള്ളിൽ വലിയ തേങ്ങ ആയിരിക്കും.
ഇത് ചകിരി കുറവാണ്, അത് ആ തെങ്ങും അത് തന്നെയാണ്. ഇതൊക്കെ ഞങ്ങളടുത്തുള്ള തെങ്ങൊക്കെ അത് തന്നെയാണ്. ഇത് പെട്ടത് നല്ല തേങ്ങയാണ്. 3 വർഷത്തിനുള്ളിൽ ഇത് കായ്ച്ചിരിക്കും. ഷുവറാണ്. ഞങ്ങളൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇതാണ് തായ് കിങ് കോങ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള, നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റിവ്യൂ. അതിപ്പോൾ ഞങ്ങൾ ലെയർ ചെയ്ത് കംപ്ലീറ്റ് വേര് ഒരു ചുവന്ന കളറിൽ കായാലേ കട്ട് ചെയ്യാൻ പാടില്ല. ഇതിന് ഒരു പ്രധാന കാര്യം, ആര് ലെയർ ചെയ്യുകയാണെങ്കിലും തൈകൾ ലെയർ ചെയ്യുമ്പോൾ വേര് വന്ന പാട് കട്ട് ചെയ്യരുത്. അപ്പോൾ ഒരു വെള്ള കളറിലായിരിക്കും വേര് വരിക. അത് പിന്നീട് ഒരു ബ്രൗൺ കളറിലേക്ക് മാറിയാൽ മാത്രമേ, ഞങ്ങൾ അനുഭവങ്ങളാണ് പറഞ്ഞത്, ബ്രൗൺ കളറിലേക്ക് മാറിയാൽ മാത്രമേ അത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തൈ പോവും, കേടൊന്ന് പോകും. അല്ലെങ്കിൽ ആ തൈ പിടിക്കൂല, വേര് വന്നാലും പിടിക്കൂല. അത് നമ്മൾക്കുള്ളൊരു അറിവാണ്. കാരണം ഞങ്ങൾ ചെയ്തിട്ടുള്ള പരിചയം കൊണ്ട് പറയുകയാണ്, അത് ബ്രൗൺ കളറിൽ വേരാവണം. ഓക്കെ. വെള്ള കളറിൽ വേര് വന്ന ആളുകൾ ചിലപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കും വേരായിന്ന് കരുതിയിട്ട്. പക്ഷെ അത് പിടിക്കൂല. സൂപ്പർ ക്യൂവിൻ്റെ ഏറ്റവും വലിയ തൈ, ഏറ്റവും വലിയ മരം, 25ഓളം മാങ്ങ അന്ന് കായ്ച്ചിരുന്നു. ഇതിമേ 2 കിലോ തൂക്കമുള്ള ഒരു മാങ്ങ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ മൊയ്തീനിക്ക ഡ്രമ്മിൽ ഒരുപാട് പ്രായമുള്ള തൈകൾ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോ ഇവിടെ എന്താ ഒരു നല്ലൊരു ബഡ്ജറ്റ് ചെലവാക്കിയിട്ട് ഒരു മാവ് വെച്ചിട്ടുണ്ട്. നമ്മള് വെള്ള ടാങ്ക് വാങ്ങിയതാണ്. വെള്ളം കട്ട് ചെയ്തല്ലേ? ആ കട്ട് ചെയ്തതാണ്. ഇപ്പൊ അത് ആ വലിയ ബനാന മാവ് ഉണ്ടായിരുന്നില്ല ഇവിടെ, നമ്മള് റിവ്യൂ ചെയ്തില്ല വലിയ ബനാന മാവ്. ആ വലിയ ബനാന മാവ് വലിയ ഡ്രമ്മിലേക്ക് വെള്ള ടാങ്കിലേക്ക് വെച്ചതാണ്. ഓ, അതാണിത്. അത്യാവശ്യം കോസ്റ്റ് ചെലവാക്കിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 500 ലിറ്ററിന്റെ ഡ്രമ്മ് കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു 13 ഐറ്റം മാങ്ങ ഒരു മാവുമ്മ കായ്ക്കും. അതായത് 13 വെറൈറ്റി 13 മാവ് വെക്കണോടത്ത് ഒറ്റ മാവ് വെച്ചാൽ മതി. ഏതൊക്കെ വെറൈറ്റീസ് അതിലുള്ളത്? ഇതിലുള്ളത് ഓൾ സീസണ്, നാംഡോക്മൈ, ബനാന മാവ്, കാട്ടിമണ്, ഗോലക്ക്, അതേമാതിരി ക്യൂ സാമ്രോഡ്, റെഡ് ഐവറി, പിന്നെ രത്നഗിരി അൽഫോൺസ, സൂപ്പർ ക്യൂന്, ഇതെല്ലാം ഇതിമുണ്ട്. എല്ലാം ഉണ്ട്. അതായത് ഒട്ടുമിക്ക നമ്മളെ കാലാവസ്ഥക്ക് പറ്റണ എല്ലാ മാവും ഇതുമുണ്ട്. ഒന്നാണ് എന്ത് ചെയ്തതാണ്. ഓക്കെ. അത് നമ്മൾ മണ്ണിലേക്ക് സെറ്റ് ചെയ്ത്. കാരണം 13 മാവ് വെക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. അപ്പോൾ ഒരു മാവ് നമുക്ക് വെച്ചാൽ 13 ഐറ്റം കിട്ടുമല്ലോ. സീറ്റ് ലൂബിൽ അതിൻ്റെ നല്ല വെറൈറ്റി, ഐശ്വര്യ ലൂബി, ഉമ്മർ ലൂബി, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ നല്ല വെറൈറ്റി. ഇത് വലുതായി വരണുള്ളൂ, ഇതുണ്ടായി വരണത്. ഇതൊക്കെ അതിൻ്റെ തൈകൾ, വലിയ തൈകളാണ്. അത്യാവശ്യം നല്ല വലിയ തൈകളും ഉണ്ടല്ലോ. പിന്നെ ഇത് നമ്മളെ മൾട്ടി ബഡാണ്, നമ്മളിവിടെ ഒരു ഹരത്തിന് വേണ്ടിട്ട് മൾട്ടി കുറെ ചെയ്യുന്നുണ്ട്. മൾട്ടി ഒരുപാട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ മൾട്ടി ഇവിടെ വന്നിട്ട് കണ്ടിട്ടുള്ളതാണ്. നമ്മളെ മരമുന്തിരി മൾട്ടി 4-in-1 ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പൊ ലോങ്കൻ കണ്ടു. മാവിന് നമ്മൾ 16 വെറൈറ്റീസ് കണ്ടു. അതിന്റെ വേറെ ഉണ്ടോ മാവിന്റെ? നല്ല ഏറ്റവും ടോപ്പ് വെറൈറ്റി മാവുകൾ തന്നെ ചെയ്ത, നല്ല തടിമരത്തിൽ ചെയ്ത, ഇതേമാതിരി തടിമരത്തിൽ ചെയ്ത നല്ല ഇതാണ് സൂപ്പർ ക്യൂന്. ഒരു കമ്പ് കണ്ടാൽ തന്നെ അറിയുന്നവർക്ക് അറിയാം, വലിയ കമ്പാണ് സൂപ്പർ ക്യൂന്റെ. അതേമാതിരി ഇത് നാംഡോക്കുമായി. അപ്പുറത്ത് പിന്നെ സൂപ്പർ കിങ്, ഇത് സൂപ്പർ ക്യൂന്, അത് പിന്നെ ഗോലക്ക്. അങ്ങനെ 5-6 ഐറ്റം അതിന്മേൽ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഹരത്തിന്റെ പുറത്ത് ഇങ്ങനെ ചെയ്ത് ഇതിങ്ങനെ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വരുമ്പോൾ കാണിച്ചിറങ്ങി ഇവിടെ വാ. ഇപ്പൊ ഇതും അതേമാതിരി ചെയ്ത് തന്നെയാണ്. 5 ബഡ്, പിന്നെ 1 ബദർപ്പാനും, 6 ഐറ്റം മാങ്ങ ഒന്നിമ കായ്ക്കുന്നതാണ്. 6 ഐറ്റം മാങ്ങ. ഇത് ഓരോന്നും നല്ല, പിന്നെ ഇത് ക്യൂ സാമറോഡ്, പിന്നെ സൂപ്പർ ക്യൂന്, നാംഡോക്കുമായി, അമേരിക്കൻ റെഡ് പാൾമർ, ഇതെല്ലാം കൂടി ഒന്നിമ ചെയ്തതാണത്. അതായത് നമ്മളിവിടുത്തെ ഒഴിവ് സമയങ്ങൾ മാക്സിമം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കാണല്ലേ പോണേ. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞങ്ങളൊരു മാവ് ചോസ എന്ന് പറഞ്ഞ മാങ്ങ ഇവിടെ വാ. ഇപ്പൊ ഞങ്ങള് 35 വർഷം പഴക്കമുള്ള ഒരു ചോൺസ എന്ന് പറഞ്ഞ മാവുണ്ട്, മാങ്ങ. പാകിസ്ഥാന്റെ ഏറ്റവും ടോപ്പ് മാങ്ങ ഇവിടെ കായ്ച്ചിരുന്നു. ഈ ചോൺസ എന്ന് പറഞ്ഞ മാങ്ങ ഞങ്ങൾ നടു കട്ട് ചെയ്ത് ഇവിടെ വെട്ടി. കാരണം ഉയരം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ബുഷാക്കാൻ വേണ്ടിട്ട് വെട്ടി. നല്ലോണം കായ്ച്ചിരുന്നു. പക്ഷെ ഇതിനൊരു ഇതുണ്ട്, ചോൺസ ഒരു ഇതുണ്ട്. അത് ഒരു വർഷം കായ്ച്ചാൽ പിന്നെ അടുത്ത വർഷം കായ്ക്കൂല. ടൈം അപ്പൊ ഒരു 1.5 കായ്ക്കാണ്. അപ്പൊ ഞങ്ങൾ എന്ത് പണിയത്, ഞങ്ങൾ ആ കായ് കഴിഞ്ഞേക്ക് വെട്ടിയിട്ട് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഇവിടെ ഇത് കൊമ്പോ കായ് വന്ന് കൊമ്പക്കായ് വന്നപ്പോ ഇവിടെ ഞങ്ങൾ ഇതിന്മേൽ നാംഡോക്കുമായി ചെയ്ത് ഒരു കൊമ്പുമേ സൂപ്പർ ക്യൂന് ചെയ്ത്, ഇങ്ങനെ പിന്നെ ഒരു കൊമ്പ് കാട്ടിമണ്, ഇങ്ങനെ ചെയ്തതാണ് ഇപ്പൊ ഇത്. ഇതേപോലെ ചെയ്തു കൊടുക്കണം ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മൊയ്തീനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മളടുത്ത് ആളുണ്ട് ചെയ്തു കൊടുക്കാൻ ആളുണ്ടല്ലേ. അപ്പോൾ മൊയ്തീനിക്കൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. ഇതേപോലെയുള്ള ഫാം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് മൊയ്തീനിക്കനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.